ഹലോ വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരാതികൾക്കും പരിഭവങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ഒടുവിൽ ഷിയാമിയും റിയോത്തിയറും ഒന്നിച്ച് കമ്പ്യൂട്ടർ ക്ലാസ്സിലേക്ക് കയറുന്ന സീനിലാണ് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ കഥ കേട്ടാലോ? അതിനു മുന്നേ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഇതുപോലെയുള്ള ഡ്രാമാസിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കി വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ഡ്രാമ സജഷൻസ് ഉണ്ട് നിങ്ങൾക്കെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി കഥ തുടങ്ങിയാലോ? റിയോത്തിയറും ഷിയാമിയും അടുത്തടുത്തിരിക്കാതെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോഴേക്കും റിയോസിയും ഷിയാമിയുടെ അടുത്ത് ഒഴിഞ്ഞു കിടന്ന കസേരയിലിരിക്കുന്നു. പിണക്കം മാറ്റാൻ അവൻ പരമാവധി ശ്രമിച്ചെങ്കിലും നടന്നില്ല. ദേഷ്യപ്പെട്ട് ഷിയാമി മറ്റൊരിടത്ത് പോയിരിക്കുമ്പോഴും അവൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലേക്ക് അവൻ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. സഹികെട്ട് അവൾ അതും ഓഫാക്കി. സീക്രട്ട് ബേസിൽ ദേഷ്യപ്പെട്ട് ഷിയാമി ബോർഡിൽ എന്തൊക്കെയോ കുത്തി വരയ്ക്കുമ്പോൾ റോസി വന്ന് നടന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിനവൾ നിന്നുകൊടുത്തില്ല. കഷ്ടപ്പെട്ട് അവൻ അവളോട് കാര്യങ്ങൾ വിശദീകരിച്ചു. ഷിയാമി കരച്ചിൽ തുടങ്ങി. റിയോത്തിയർ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതിൽ അവൾ വിഷമിക്കുന്നു. റോസി അവളെ സമാധാനിപ്പിക്കുന്നു. ഇതെല്ലാം കേട്ട് ഫാൻയാൻ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അവർ പുറത്തു പോയപ്പോഴേക്കും റിയോത്തിയർ വന്ന് ബോർഡ് മുഴുവൻ വായിക്കുന്നു. റോസിയും ഷിയാമിയും ഭക്ഷണം കഴിക്കാൻ രാത്രി കഫേയിലെത്തി. അവൾ ബോസിനോട് കുടിക്കാൻ ബിയർ ചോദിച്ചെങ്കിലും അയാളത് കൊടുത്തില്ല. അവസാനം റോസി അവൾക്ക് വൈൻ കൊടുത്ത് താൻ റിയോത്തിയറിന് ഗിഫ്റ്റ് കൊടുത്തത് അവൾ നമ്മളെ സഹായിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞ് ഷിയാമി അവന് നൽകാൻ വെച്ച ഗിഫ്റ്റ് ചോദിക്കുന്നു. പിന്നീട് തരാമെന്ന് പറഞ്ഞ് ഷിയാമി നാണിച്ചിരിക്കുന്നു. തിരികെ ഡോമിലേക്ക് നടക്കും വഴിയാണ് ബെയ്ജിംഗ് ഫിലിം അക്കാഡമിയിൽ ചേരുന്നതിനെക്കുറിച്ച് റോസി അവളോട് സൂചിപ്പിച്ചത്. അത് കേട്ടപാടെ അവൾക്ക് സന്തോഷമായി. ഷിയാമിയെയും ബെയ്ജിങ്ങിലേക്ക് അവൻ ക്ഷണിക്കുന്നു. അവളുടെ മാർക്കിൻ്റെ അവസ്ഥ വെച്ച് യൂണിവേഴ്സിറ്റിയിൽ പോകുമോ എന്ന് പോലും അവൾക്കറിയില്ല. പഠിക്കാൻ താൻ സഹായിക്കാമെന്ന് റോസി പറഞ്ഞ ശേഷം അവൾ ഡോമിലേക്ക് കയറി പോകുന്നത് നോക്കി നിൽക്കുന്ന റോസിയെ റിയോത്തിയർ കാണുന്നു. പിറ്റേന്ന് സ്കൂളിൽ ഫാൻയാൻ ഷിയാമിക്കുള്ള ഗിഫ്റ്റ് കൊണ്ടിരിക്കുന്നത് കാണുന്ന റിയോത്തിയർ അവൻ പുറത്തു പോയ തക്കത്തിന് അത് അടിച്ചു മാറ്റി ഷിയാമയുടെ സീറ്റിൽ കൊണ്ടുവയ്ക്കുന്നു. ഇവിടെ ഒരു കാർഡും. സ്കൂൾ റേഡിയോ ടീമിലുള്ള റിയോത്തിയർ ഫാൻയാൻ ഷിയാമിക്ക് ഡെഡിക്കേറ്റ് ചെയ്തു തന്ന മട്ടിൽ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് വെക്കുന്നു. ഇതോടെ എല്ലാവരും ഷിയാമിയും ഫാൻയാനും ഒരു കപ്പിളാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ഇതറിഞ്ഞ് ഫാൻയാൻ ക്ലാസ്സിലെത്തുമ്പോഴേക്കും ടീച്ചർ പണിഷ്മെൻറ്റ് കൊടുക്കാൻ അവരെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു. റോസി അവർക്കൊപ്പം തനിക്കും പണിഷ്മെൻറ്റ് കിട്ടാനുള്ള പണി ചെയ്തു വയ്ക്കുന്നു. മൂവരും സ്കൂളിന് മുന്നിൽ തൂണും ചാരി നിൽക്കുമ്പോൾ ഷിയാമിയുടെ അച്ഛൻ അവളെ കൊണ്ടുപോകാൻ വരുന്നു. വീട്ടിലെത്തിയ അവളെ അയാൾ ചീത്ത പറയുമ്പോഴേക്കും റോസിയും ഫാൻയാനും അങ്ങോട്ടേക്ക് എത്തുന്നു. ഷിയാമിയുടെ നിരപരാധിത്വം അവർ വിളിച്ചു പോകുന്നു. ശേഷം എല്ലാവരും കൂടെ വീട് ക്ലീൻ ചെയ്യുന്നു. അവിടെയും കുറേ കോമഡി സീൻസ്. അവർ ഫ്രൂട്ട്സ് കഴിച്ച് പിരിയുന്നു. സ്കൂൾ വിട്ട ശേഷം ഷിയാമിയെ തിരികെ വീട്ടിലേക്ക് എത്തിക്കുന്ന ദൗത്യം റോസി ഏറ്റെടുക്കുന്നു. പിറ്റേന്ന് സ്കൂളിൽ റിയോത്തിയറിൻ്റെ സഹോദരൻ വരുന്നു. അവൻ ജുനിയുടെ പേഴ്സ് എടുത്തുകൊണ്ട് ഓടുന്നു. റോസിയും ഷിയാമിയും അവൻ്റെ പിറകെ ഓടുന്നു. ഇത് കണ്ട് റിയോത്തിയർ ഓടിപ്പോയി സഹോദരനെ തടയുന്നു. അവൾ അവനെ അടിക്കാൻ ഒരുങ്ങുമ്പോൾ ഫാൻയാൻ വന്നതോടെ അവൻ പോകുന്നു. പിന്നാലെ എത്തിയ റോസി പറഞ്ഞത് കേട്ട് ഫാൻയാൻ അവൻ്റെ പുറകെ ഓടി പേഴ്സ് എടുത്തെങ്കിലും അവനെ കിട്ടിയില്ല. താൻ റിയോത്തിയറിൻ്റെ സഹോദരനാണെന്ന് അവൻ ജുനിയോട് പറഞ്ഞതിൽ റോസി റിയോത്തിയറിനെ ചോദ്യം ചെയ്യുന്നു. ഫാൻയാനെ തള്ളിയിട്ട് അവൻ ഓടി രക്ഷപ്പെട്ടത് അവൻ തൻ്റെ സഹോദരനൊന്നുമല്ലെന്ന് റിയോത്തിയർ വാദിക്കുന്നു. തിരികെ ക്ലാസ്സിലേക്ക് പോകും വഴി കാലൊളിക്കിയെന്നും പറഞ്ഞ് അവളുടെ ഓസ്കാർ ആക്ടിങ്ങും. ക്ലാസ്സിലെത്തിയപ്പോഴേക്ക് എല്ലാവർക്കും മനസ്സിലായി ഷിയാമിയും ഫാൻയാനും തമ്മിലൊന്നുമില്ലെന്ന്. എന്നാലും ഗിഫ്റ്റായി പിന്നീട് ചർച്ച. അത് തനിക്ക് ഫാൻയാൻ തന്നതാണെന്ന് റിയോത്തിയർ വാദിക്കുന്നു. ഫാൻയാനും അത് ശരിവെച്ചു കൊടുത്തു. അവരൊരു കപ്പിളാണെന്ന് കുട്ടികൾ പറഞ്ഞത് കേട്ട് ക്ലാസ്സിലെത്തിയ ഹാൻ റിയോത്തിയറിൻ്റെ കപട മുഖത്തെ ചോദ്യം ചെയ്യുന്നു. ഹാനിൻ്റെ വിശ്വാസം തെറ്റിച്ചുകൊണ്ട് ഫാൻയാനും റിയോത്തിയറിന് അനുകൂലമായി സംസാരിക്കുന്നു. അവളുടെ സ്വഭാവം എന്തെന്ന് ഹാൻ ശരിക്കും മനസ്സിലാക്കി. സീക്രട്ട് ബേസിൽ ഇരുന്ന റിയോത്തിയറിനോട് ഷിയാമി പോയി സംസാരിക്കുന്നു. അവർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കാവുന്നു. തിരികെ ക്ലാസ്സിലെത്തിയ റിയോത്തിയർ സയൻസ് ക്ലാസ്സിലേക്ക് മാറുന്നതിനിടെ ഫാൻയാൻ അവളെ ബുക്സ് പിടിക്കാൻ സഹായിക്കുമ്പോൾ ഹാൻ വന്നവളെ തട്ടിയിടുന്നു. വീണ്ടും റിയോത്തിയറിൻ്റെ ഓസ്കാർ ആക്ടിങ്. നിലത്ത് വീണ ബുക്സ് എല്ലാവരും അവൾക്ക് എടുത്തു കൊടുത്തു. സയൻസ് ക്ലാസ്സിലെത്തിയ റിയോത്തിയർ ഫാൻയാൻ്റെ അടുത്തിരിക്കണമെന്ന ആഗ്രഹം ടീച്ചറിനോട് പറയുന്നതോടെ എല്ലാവരും അവർ തമ്മിൽ എന്തോ ഉണ്ടെന്ന് കരുതി ഗോസി പഠിക്കുന്നു. അവനോട് അടുപ്പമുള്ളതായി അവൾ പ്രകടനം കാഴ്ചവെക്കുന്നു. ക്ലാസ് കഴിഞ്ഞ ശേഷം ആനുവൽ ഡേക്കുള്ള പെർഫോമൻസിനെ കുറിച്ച് ടീച്ചർ റോസിയോട് പറയുന്നു. ഷിയാമിയും അവനെ സഹായിക്കുന്നു. പിന്നീട് പാട്ട് ക്ലാസ്സിൽ റിയോത്തിയറിനെ മെയിൻ ലീഡായി തിരഞ്ഞെടുത്തത് ഹാൻ ചോദ്യം ചെയ്തത് ടീച്ചർക്ക് ഇഷ്ടമായില്ലെന്ന് മനസ്സിലാക്കിയ റോസി അവൻ്റെ പിയാനോയിലുള്ള കഴിവ് പുറത്തെടുത്ത് ആ പ്രശ്നം അവിടെ പരിഹരിക്കുന്നു. ലിൻ ജിൻഫങ് എന്ന റിയോത്തിയറിൻ്റെ പേര് ക്ലാസ്സിലുള്ളവരറിഞ്ഞ് അവളെ കളിയാക്കുന്ന സീനിൽ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്നറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.
താങ്ക് യു ഫോർ വാച്ചിങ്.